തുടർച്ചയായി 8-ാം വർഷവും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം കടുത്ത സമ്മർദ്ദത്തിലാണ്. സാമ്പത്തിക സ്തംഭനം, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, ക്ഷേമ പദ്ധതികളിലെ വെട്ടിച്ചുരുക്കലുകൾ എന്നിവ ഫിന്നിഷ് പൗരന്മാരുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്നിട്ടും എങ്ങനെയോ ഈ നോർഡിക് രാജ്യം അതിൻ്റെ സന്തോഷത്തിൻ്റെ കിരീടം നിലനിർത്തുകയാണ്. എന്താണ് ഈ പ്രതിരോധ ശേഷിക്ക് പിന്നിലെ രഹസ്യം? ഫിൻലാൻഡിൻ്റെ കയറ്റുമതിയെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥ 2014 നോക്കിയയുടെ മൊബൈൽ ഫോൺ ബിസിനസ്സിൻ്റെ തകർച്ചയോടെയാണ് സമ്മർദ്ദത്തിലായത്. ടച്ച് സ്ക്രീൻ സ്മാർട്ട് ഫോണുകളിലേക്കുള്ള മാറ്റത്തിനനുസരിച്ച് ഉയരാൻ നോക്കിയയ്ക്ക് കഴിഞ്ഞില്ല. ഇതിന് പിന്നാലെ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അയൽ രാജ്യമായ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കയറ്റുമതിയെയും ടൂറിസത്തെയും വീണ്ടും ബാധിക്കുകയും ചെയ്തു. ഈ വർഷം സാമ്പത്തിക വളർച്ച 0.3% ആയിരിക്കുമെന്നാണ് ബാങ്ക് ഓഫ് ഫിൻലാൻഡിൻ്റെ പ്രവചനം. തൊഴിലില്ലായ്മ ഏകദേശം 10%. ഇത് യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ്. 15-നും 24-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്ക് 21.2% എന്ന് ഞെട്ടിക്കുന്ന നിലയിലാണ്. കൂടാതെ രാജ്യത്തിൻ്റെ ബജറ്റ് കമ്മി യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ചിട്ടുള്ള 3% പരിധിക്ക് മുകളിൽ തുടരുമെന്നാണ് വിലയിരുത്തൽ. 2009 ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഫിൻലാൻഡിൻ്റെ പൊതുമേഖലാ ബജറ്റുകൾ എല്ലാ വർഷവും കമ്മിയാണ് നേരിടുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് നിലവിലെ വലതുപക്ഷ സഖ്യ സർക്കാർ ക്ഷേമ പദ്ധതികളിൽ വെട്ടിച്ചുരുക്കലുകൾ ആരംഭിച്ചത്. തൊഴിലില്ലായ്മ, ഭവന സഹായം, ചില ആരോഗ്യ സേവനങ്ങൾ തുടങ്ങിയവയിൽ സർക്കാർ വെട്ടിച്ചുരുക്കലുകൾ വരുത്തിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന സാമൂഹിക ചെലവുകൾ നിയന്ത്രിക്കാനും കടം കുറയ്ക്കാനുമാണ് ഈ നടപടികൾ. തുടർച്ചയായി 1000 ദിവസം തൊഴിലില്ലാത്ത വ്യക്തിയായ 33-കാരനായ ജൂഹോ പെക്ക പലോമ പറയുന്നത് ശ്രദ്ധേയമാണ്. ജോലി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം നൽകിയ സുരക്ഷാ വലയത്തോട് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നു. അതേസമയം തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമ്പോഴും പെൻഷൻ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താത്തതിൽ അദ്ദേഹം വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ഈ ചെലവ് ചുരുക്കൽ നടപടികൾ സാമ്പത്തിക വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുകയും ഉപഭോക്തൃ ആത്മവിശ്വാസം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഒരു വിഭാഗം വാദിക്കുന്നത്. ഫിൻലാൻഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നിലനിർത്തുന്നതിൻ്റെ കാരണം സാമ്പത്തിക സാഹചര്യങ്ങൾക്കപ്പുറമുള്ള അവരുടെ സാമൂഹിക ഘടനയാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൻ്റെ സ്ഥാപക എഡിറ്റർ എമറിറ്റസ് പ്രൊഫസർ ജോൺ ഹെലിവൽ പറയുന്നതനുസരിച്ച് ദേശീയ സന്തോഷത്തെ രൂപപ്പെടുത്തുന്നത് സാമ്പത്തിക സാഹചര്യങ്ങളെക്കാൾ പ്രതിരോധശേഷിയും പ്രയാസകരമായ സമയങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുമാണ്. ഈ മേഖലകളിൽ ഫിൻലാൻഡ് വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. GDP, പ്രതിശീർഷ വരുമാനം, സാമൂഹിക പിന്തുണ, ആരോഗ്യകരമായ ജീവിത പ്രതീക്ഷ തുടങ്ങിയ ഘടകങ്ങളും സന്തോഷ സൂചികയിൽ ഉൾപ്പെടുന്നു. ശക്തമായ സാമൂഹിക പിന്തുണ നൽകുന്ന ഒരു സുരക്ഷിത വലയമാണ് ഫിൻലാൻഡിൻ്റെ ക്ഷേമരാഷ്ട്രം. ഇത് വ്യക്തികളെ ഒറ്റപ്പെടലിൽ നിന്നും തകർച്ചയിൽ നിന്നും താങ്ങി നിർത്തുന്നു. തൊഴിലില്ലാത്ത പലോമയെപ്പോലുള്ള വർക്ക് ഹെൽസിങ്കിയിലെ സൗജന്യ സാമൂഹിക സൗന ഒരു ആശ്വാസമാണ്. ഇത് സാമൂഹിക സമത്വത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു ഉദാഹരണമാണ്. 1000 ദിവസത്തെ തൊഴിലില്ലായ്മ ആഘോഷിക്കാൻ അദ്ദേഹം പാർലമെൻറ്റിന് മുന്നിൽ നടത്തിയ സമരം ഒരു വ്യക്തിയുടെ ദുരിതം ഒരു സാമൂഹിക വിഷയമായി മാറുന്നതിൻ്റെ സൂചനയാണ്. ഫിൻലാൻഡിൻ്റെ ഈ വിജയം തെളിയിക്കുന്നത് യഥാർത്ഥ സന്തോഷമെന്നത് കേവലം ബാങ്ക് ബാലൻസിനെ ആശ്രയിച്ചല്ല, മറിച്ച് ശക്തമായ സാമൂഹിക വിശ്വാസം, സുതാര്യമായ ഭരണകൂടം, പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിടാനുള്ള പൗരന്മാരുടെ പ്രതിബദ്ധത എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്.